ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ ഓഫ് ഡേ ആണ്. അപ്പോൾ ഓഫ് ഡേ ആയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നെയ്ച്ചോറും വറുത്തരച്ച കോഴിക്കറിയും. അപ്പോൾ എങ്ങനെ കിച്ചണിലിട്ട് പോയാലോ? അപ്പോൾ നമ്മുടെ കോഴിയെ നല്ലതുപോലെ വൃത്തിയാക്കി 2-3 വെള്ളത്തിൽ കഴുകി ബ്ലഡൊക്കെ പോകുന്ന വരെ കഴുകി മാറ്റി ഉണക്കാൻ ഡ്രൈ ആവാൻ വേണ്ടി വെള്ളം പോകാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ സവാളയും തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരിഞ്ഞെടുക്കാം. സവാള ഇതിപ്പോൾ പൊരിക്കാനുള്ള സവാളയാണ് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത പ്ലേറ്റിലുള്ളത് കറിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഇതിൻ്റെ ഇടയിൽ അരി വെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ അതിനിടയിൽ മുന്തിരിയും അണ്ടിപ്പരിപ്പും ഒന്ന് വറുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ സവാള പൊരിച്ചിട്ടിടാനുള്ള സവാള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞ് നല്ല ഡീപ്പായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് എടുത്ത് മാറ്റുകയാണ്. ടേസ്റ്റ് ഉണ്ടാവും ലാസ്റ്റ് ചോറിനകത്ത്. അതിൻ്റെ ഒരു ഇത് കിട്ടണം, എന്നാലേ ആ ഒരു രസമുള്ളൂ. അതിനുശേഷം നമുക്ക് ഈ വറുത്തരച്ചതായതുകൊണ്ട് തേങ്ങ നമുക്ക് നല്ലതുപോലെ വറുത്ത് നല്ല ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നത് വരെ, നല്ല ബ്രൗൺ ആവുന്നത് വരെ ഒന്ന് വറുത്തെടുക്കണം. എന്തായാലും 10 മിനിറ്റ് എന്തായാലും എടുക്കും. 10 മിനിറ്റ് എന്തായാലും. പക്ഷെ ഇതിൻ്റെ അടുത്ത് മാറി പോകാൻ പറ്റത്തില്ല, ചിലപ്പോൾ കരിഞ്ഞു പോകും. അപ്പം നമുക്ക് വറുത്ത് ചെറിയ മസാലയൊക്കെ ഇട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഇരിക്കും നല്ല. എന്നിട്ട് പിന്നെ ഇത് നമുക്ക് മാറ്റി വെക്കണം. ഒന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് അത് മിക്സിയിൽ അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളെ കറി സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വെളിച്ചെണ്ണ അല്ല, സൺഫ്ലവറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് കൂടുതലും. സൺഫ്ലവർ ഒഴിച്ച് ഒന്ന് ഇതാക്കുമ്പം ഇതിൽ പെരുംജീരകം ഇട്ട്, പെരുംജീരകം നല്ല ടേസ്റ്റാണ്, അതിൻ്റെ ഒരു ഫ്ലേവർ. പെരുംജീരകം ഇട്ട് ഇത്തിരി കരിവേപ്പിലയും കൂടെ ഇട്ടൊന്ന് ഇതായി വരുമ്പം വഴട്ടി വരുമ്പോഴത്തേക്ക് നമ്മുടെ സവാള ഇത് ഞാൻ മിക്സ് ചെയ്താണ് ഇടുന്നത്. സെപ്പറേറ്റ് ഇടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ എല്ലാം കൂടെ മിക്സ് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും എല്ലാം കൂടെ അരിഞ്ഞ് വെച്ച് എല്ലാം കൂടെ ഒരുമിച്ചങ്ങിടും. സെപ്പറേറ്റ് ഇടേണ്ട കാര്യമൊന്നുമില്ല, ഒരുമിച്ചങ്ങ് ഇട്ടാൽ മതി. നല്ല ടേസ്റ്റ് ഉണ്ടാവും. നല്ലോണം ഇതായി ബ്രൗണായി നല്ലൊന്ന് ഗോൾഡ് കളർ ആവുന്നവരെ നല്ല വഴട്ടി എടുത്താൽ മതി. ടൈം എടുത്ത് വഴട്ടി എടുത്താൽ മാത്രം മതി. കുറച്ച് അടച്ചു വെച്ച് ഒന്ന് ആകുമ്പോൾ പെട്ടെന്നൊന്ന് വഴട്ടി വരും. പിന്നെ ഒന്ന് വഴട്ടി വരുന്നതിന് ശേഷം നമ്മുടെ തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കുക. വഴട്ടി വന്ന ശേഷം കുറച്ച് ആണ് ഈ കളറായി വരണം. ഈ കളറായി വന്നതിന് ശേഷം മാത്രമേ നമ്മൾ മസാല ഇടാൻ പാടുള്ളൂ. മസാല നമ്മൾ അധികം മസാല നമ്മൾ ഇടാറില്ല. നമ്മൾ ആകെ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മതി, എല്ലാ ആവശ്യത്തിനും മതി. ആരിക്കൊരു തട്ടിട്ട് ഒരു കാര്യമില്ല. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി ഒന്ന് കുറച്ചധികം ഇട്ടെന്ന് പറഞ്ഞ് ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. നമ്മളെ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തോണ്ടിരിക്കുകയാണ്. മല്ലിപ്പൊടി ഇട്ട് ഒന്ന് നല്ലവണ്ണം എല്ലാം ഒന്ന് സെറ്റ് ആവുമ്പോൾ മാത്രം തക്കാളി ഇട്ട് കൊടുക്കുക. ഒന്ന് നല്ലോണം ഒരു മസാലയുടെ ഒരു കുത്തല് മാറണം, എന്നാലേ കാര്യമുള്ളൂ. എന്നിട്ട് നമ്മുടെ തക്കാളി, ഞാനൊരു ചെറിയ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 1.5 കിലോ കോഴിയുണ്ട്. ചെറിയ 2 തക്കാളി, കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് ചെയ്യാം. അതിൽ നിന്ന് ഒന്ന് വെള്ളം കുറച്ച് ചൂടിനിടയിലും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തായിരുന്നു. എന്നാലേ ഒരു ഇത് വേണം, എന്നാലേ തിളയ്ക്കുമ്പം തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ വൃത്തിയായി ഇരിക്കുന്ന കോഴി അങ്ങോട്ട് ചാമ്പി കൊടുക്കുക.
പിന്നെ അത് അവിടെ കിടന്ന് വെന്തോളും. പിന്നെ നമ്മളവിടെ മൈൻഡേ ചെയ്യണ്ട. ഒന്ന് ഇളക്കി സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്ത് ഒരു അടച്ചൊരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ ആവും. ഒരു 10 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇതാവും. പിന്നെ ഇടയ്ക്കൊന്ന് ഇത്തിരി ചാറ് വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചൂടുവെള്ളം ഒഴിക്കുക. പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് സെറ്റാവും. അല്ലെങ്കിൽ പിന്നെ രണ്ടും രണ്ടായി പോവും പച്ചവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ. പിന്നെ ആ ഒഴിച്ച പച്ചവെള്ളം സെറ്റാവാൻ വേണ്ടിയിട്ട് ടൈം എടുക്കും. പിന്നെ ഇത്തിപ്പുര അടച്ച് വെക്കാൻ വേണ്ടിയുള്ള ഫൈനൽ ടച്ചാണ് ഇടുന്നത്. പെരുംജീരകം, കുറച്ച് മല്ലിപ്പൊടി മുകളിലിട്ട് ആണെങ്കിൽ കുരുമുളക് പൊടിയും ഇടാം. എന്നിട്ട് അടച്ച് വയ്ക്കാം. പിന്നെ അവിടെ നോക്കേണ്ട കാര്യമില്ല. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ സൈഡിൽ കൂടെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞാലേ റെഡി ആയതുകൊണ്ട് സുട അങ്ങ് അടിക്കാം. അതിനാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ പോയി പാത്രം കഴുകുന്നത്. സംഭവം ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. പൊക്കി ഒന്ന് നോക്കിയപ്പോൾ ഒന്ന് ടേസ്റ്റ് നോക്കിക്കളയാം. ഉപ്പ് വേണമെന്നുള്ള ഫൈനൽ ടച്ചിന്റെ പരിപാടി. ഫൈനൽ പരിപാടി. കൊള്ളാം, സൂപ്പർ. കൊള്ളാം. സംഭവം സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ തീ ഒന്ന് കുറച്ച് ഒരു 10-15 മിനിറ്റും കൂടെ അടുപ്പിൽ തന്നെ ഇരിക്കുമ്പോൾ ഒരു സമാനമാണ്. ആ ഒരു ടൈമിൽ നമുക്ക് പോയി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങ ഒന്ന് അടിച്ചോണ്ട് വരാം. തേങ്ങ 2 അടി അടിക്കുമ്പം ഒരു ഓയിൽ പോലെ അങ്ങ് ആവും. അത് സെറ്റാവും. പിന്നെ നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുക. സംഭവം ഒഴിച്ച് 2 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ കറിയിൽ അതങ്ങ് സെറ്റായിക്കോളും. പിന്നെ കറിയുടെ ലെവലേ മാറും. അത് ഒഴിക്കുമ്പോൾ കറിയുടെ ലെവലാണ് മാറുന്നത്. ലെവല് ഇതാണ് ഇന്നത്തെ കറിയുടെ മെയിൻ സാധനം. ഒരു പാക്കറ്റ് തേങ്ങ അതിനങ്ങോട്ട് ഒഴിക്കാൻ പോകണ്ടല്ലേ, കറി ഗുമ്മാലാവും. ഗുമ്മാൽ. അടിപൊളി. സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത പരിപാടി, നമ്മൾ ഇതിൻ്റെ ഇടയിൽ അരി നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഇതാവാൻ വേണ്ടി. നെയ്യ് ഒഴിച്ച് നമ്മുടെ സ്പൈസസ് ഒക്കെ ഒന്ന് ജസ്റ്റ് അതിനകത്തൊന്ന് സെറ്റാക്കി എടുക്കുക. നമ്മൾ ബേക്കിംഗ് ലീഫും പട്ടയും ഏലക്കയൊക്കെ ഇട്ടൊന്ന് ഇതാക്കിയെടുത്ത് ശേഷം നമ്മുടെ ചൂടുവെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. തിളപ്പിച്ചതിന് ശേഷമേ നമ്മൾ ആ അരി ഇടാവും. ഞാനിവിടെ 2.5 ഗ്ലാസ് നമ്മുടെ ചെറിയ ജീരകശാല അരിയാണ് നെയ്ച്ചോറിനെടുത്തത്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇത്തിരി ഉപ്പൊക്കെ വെള്ളത്തിൽ തന്നെ അങ്ങ് ഇട്ട് കൊള്ളണം. പിന്നെ ഉപ്പ് പിടിക്കത്തില്ല അല്ല എന്നുണ്ടെങ്കിൽ. അപ്പം വെള്ളം ഒന്ന് തിളച്ച ഉടനെ അരി ചാമ്പിക്ക് വേണം. ഈ 2.5 ഗ്ലാസ് അരി ഇട്ടിട്ട് ഞാനൊരു 4 ഗ്ലാസ്, 2.5 ഗ്ലാസ്സിന് ഞാനൊരു 3.5 ഗ്ലാസ്, 4 ഗ്ലാസ്, 3.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിക്കത്തുള്ളൂ. ഡബിളൊന്നും എടുക്കണ്ട. വേണമെങ്കിൽ ഒരു 4 എടുത്താൽ മതി. 4 ഗ്ലാസ് വെള്ളം ഓക്കെയാണ്, കുഴപ്പമില്ല. ചില അനുസരിച്ചിരിക്കും. ചില സമയത്ത് പെട്ടെന്ന് വെന്ത് കഴിഞ്ഞാൽ ഒരുപാട് കുഴഞ്ഞു പോകും. ഒന്ന് ചെക്ക് ചെയ്തോളണം. ഇതിൻ്റെ ഇടയിൽ നമുക്ക് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. ഒഴിച്ച് കൊടുത്ത് അങ്ങോട്ട് തട്ടിക്കൊടുക്കുക. അരി അങ്ങോട്ട് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് സംഭവം ചോറ് റെഡിയാവും. ചോറിന് വലിയ താമസമില്ല. ഭയങ്കര ഈസിയാണ് നെച്ചോറിൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ. ഒരു 1.5 മണിക്കൂർ മെനക്കെട്ട് കഴിഞ്ഞാൽ ഇത് രണ്ടും ഉണ്ടാക്കി 2ാമത്തെ മണിക്കൂർ ഫുഡ് കഴിക്കാം. അതായത് ജസ്റ്റ് കളർ വേണമെന്നുണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയും ഇത്തിരി കാശ്മീരി ചില്ലിയും കൂടെ ഒരു ചൂടുവെള്ളത്തിൽ കലക്കിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചോറിന്റെ കളർ മാറ്റും. അല്ലെങ്കിൽ പിന്നെ ഒരു വെള്ള കണക്കിരിക്കും. വേണമെങ്കിൽ മതി. അതൊരു രസം, കാണാൻ രസം. പിന്നെ നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അണ്ടിപ്പരിപ്പ് മുന്തിരിയും സവാള വറുത്ത് അവിടെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലേ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ബിരിയാണിയാവും. ബിരിയാണിയല്ല, നെയ്ച്ചോറാവും.
ഇത് ബിരിയാണി നെയ്ച്ചോറും വലിയ വ്യത്യാസമൊന്നും ഇല്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ച ചിക്കൻ ബിരിയാണി, ദമ്മ് ബിരിയാണി. സെപ്പറേറ്റ് ഉണ്ടാക്കിയ നെയ്ച്ചോറ്. അങ്ങനെ സെറ്റായി. ഇനി ഒരു രണ്ട് പദം ഒന്ന് ഫ്രഷപ്പായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. റെഡി ആയിട്ടുണ്ട്, ഇനി കഴിക്കാം. നമുക്ക് സെർവ് ചെയ്ത് ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ആദ്യം കഴിച്ചു നോക്കട്ടെ, എന്നിട്ട് എന്നിട്ട് ഞാൻ പറയാം എന്താണ് അവസ്ഥയെന്ന്. അയ്യവാ അയ്യവാ, ആ പപ്പടവും തൈരും ആ ചോറും, എന്റെ മോനെ. അപ്പൊ ഇതൊന്ന് ഫിനിഷ് ഒരു രക്ഷ. അടുത്ത സ്പെഷ്യലായിട്ട് അടുത്ത വീഡിയോയിൽ